കേരള കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 10, 11 തീയതികളിൽ തൃത്താല ഏരിയയിലെ വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ എം സ്വരാജ്, അഡ്വക്കേറ്റ് എം വിജയകുമാർ, വത്സൻ പനോളി, സി കെ രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ശനിയാഴ്ച സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക വിളയൂരിലെ സഖാവ് സൈതാലിക്കുട്ടി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥയായി കൊണ്ടുവരും. സഖാവ് ജോസ് മാത്യൂസ് ക്യാപ്റ്റനായ പതാക ജാഥ ഓഗസ്റ്റ് 9 കെ ഡി പ്രസന്നൻ ഉദ്ഘാടനം ചെയ്യും. അതേ ദിവസം ഷൊർണൂർ നെടുങ്ങോട്ടൂരിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റനായ ജാഥയും വൈകിട്ട് 6:30 വാവന്നൂരിൽ സമാപിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2 വൈകിട്ട് 5 മണിക്ക് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സെമിനാറിൽ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വി കൃഷ്ണൻ, സി കെ രാജേന്ദ്രൻ, കെ ജയദേവൻ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിന്റെ മിസ് നാടകം അരങ്ങേറും. ഓഗസ്റ്റ് 5 പടിഞ്ഞാറങ്ങാടിയിൽ നടക്കുന്ന വർഗീയ വിരുദ്ധ സെമിനാർ പ്രൊഫസർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 6 കപ്പൂരിൽ പ്രദർശന കാളപൂട്ട് നടക്കും. ഓഗസ്റ്റ് 7 മുതൽ 10 വരെ കൂറ്റനാട്ടിൽ പുഷ്പ ഫലവൃക്ഷത്തൈ പ്രദർശന വിപണന മേളയും ഓഗസ്റ്റ് 8 കറുകപ്പുത്തൂരിൽ സുനിൽ പി ഇളയടം ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സെമിനാറും നടക്കും. സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 350 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം ആർ മുരളി, സംഘാടക സമിതി ചെയർമാൻ ടി പി മുഹമ്മദ്, ജില്ലാ നിർവാഹക സമിതി അംഗം എ കൃഷ്ണകുമാർ, ഏരിയ സെക്രട്ടറി പി കെ ബാലചന്ദ്രൻ, പ്രസിഡന്റ് കെ എ ഷംസു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്. നിലയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ സമ്മേളനം നടക്കുന്ന ഈ സന്ദർഭം അഖിലേന്ത്യാ കിസാൻ സഭയുടെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഇന്ത്യയിൽ കർഷക പ്രസ്ഥാനം രൂപം കൊണ്ട് 90 വർഷം തികയുന്ന വർഷമാണ്. ഇന്ത്യയിലാകെ വലിയ കർഷക സമരങ്ങൾക്ക് സാക്ഷിയാവാൻ പോവുകയാണ് ഇന്ത്യ രാജ്യം. ഒരു കൊല്ലക്കാലം നീണ്ടു നിന്ന സമരങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ വീണ്ടും ശക്തമായ സമരം ആരംഭിക്കാൻ കഴിഞ്ഞ 29-ാം തീയതി ഡൽഹിയിൽ ചേർന്ന സംയുക്ത കർഷക സംഘടനകളുടെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഭാഗമാണ് കേരളത്തിലെ കർഷക സംഘം. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ജില്ലാ സമ്മേളനം. ജില്ലാ സമ്മേളനത്തിൽ ജില്ലയിൽ ഉള്ള 5.5 ലക്ഷം കർഷക സംഘം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 350 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് നടക്കുക. ജില്ലയെ ബാധിക്കുന്ന കാർഷിക പ്രശ്നങ്ങൾ, ജില്ലയിലെ കർഷകരെ ബാധിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, കർഷക സംഘം സംഘടനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം വളരെ വിശദമായി സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് പാലക്കാട് ജില്ലാ സമ്മേളനം. കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. കാർഷിക മേഖല എന്ന നിലയിലെടുത്താൽ വിഭിന്നമായ കാർഷിക സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ സമ്പന്നമായൊരു കാർഷിക സംസ്കാരമുള്ള സ്ഥലം കൂടിയാണല്ലോ പാലക്കാട്. ആ പാലക്കാടിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ പരിശോധന സമ്മേളനത്തിൽ നടക്കും. ജില്ലയിലെ കാർഷിക മേഖലയുടെ മുന്നോട്ട് പോക്കിന് സഹായകമാകുന്ന നിർദ്ദേശങ്ങളും പദ്ധതികളുമൊക്കെ സമ്മേളനം ആസൂത്രണം ചെയ്യും. സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ധാരാളം പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാളെ നടക്കുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ പങ്കെടുക്കുന്ന കർഷക സെമിനാർ. ഇന്ത്യയിലെ ഇന്നത്തെ കാർഷിക മേഖലയിലെ സ്ഥിതിയും കാർഷിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷകരുടെ ചെറുത്തുനിൽപ്പും ഇതേ സംബന്ധിച്ചുള്ള ഒരു വിഷയം വെച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് നാളെ നടക്കുന്നത്. ഡോക്ടർ വിജു കൃഷ്ണൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘ നേതാക്കളായിട്ടുള്ള സി കെ രാജേന്ദ്രൻ, മുൻ MLA, കെ ജയദേവൻ എന്നിവർ ആ പരിപാടിയിൽ പങ്കെടുക്കും. 5-ാം തീയതി പടിഞ്ഞാറങ്ങാടിയിൽ നടക്കുന്ന കർഷക സമ്മേളനം
അത് കർഷക സമ്മേളനം എന്നതോടൊപ്പം തന്നെ കർഷകരെ കൂടി ബാധിക്കുന്ന വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയം വെച്ചുകൊണ്ടാണ്. ഡോക്ടർ ജലീലാണ്, KT ജലീലാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കർഷക സംഘത്തിൻ്റെയും മറ്റ് ബഹുജന സംഘടനകളുടെയും നേതാക്കൾ അവിടെ പങ്കെടുക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലുള്ള സജീവമായ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന ഒരു സമ്മേളനം 8-ാം തീയതി രാവിലെ കറുകവത്തൂരിൽ നടക്കും. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ചിന്തകനും പണ്ഡിതനും പ്രഭാഷകനുമൊക്കെയായ ഡോക്ടർ സുനിൽ P. ഇളയിടം ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദർശനം, കാർഷിക വിപണന പ്രദർശന മേള 7-ാം തീയതി മുതൽ കൂറ്റനാട് നടക്കും. 10-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് ആ പ്രദർശനം. 10-ാം തീയതി രാവിലെ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ M. സ്വരാജാണ്. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ മന്ത്രി കൂടിയായ M. വിജയകുമാർ, ജനറൽ സെക്രട്ടറി വത്സൻ പനോളി തുടങ്ങിയിട്ടുള്ള സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പതാക ദിനം ആചരിക്കുകയുണ്ടായി. സമ്മേളനത്തിനാവശ്യമായ ചെലവ് പൂർണ്ണമായും കർഷക സംഘം യൂണിറ്റുകൾ കർഷകരിൽ നിന്നും ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചാണ് ഈ സമ്മേളനത്തിൻ്റെ ചെലവിനാവശ്യമായ മുഴുവൻ തുകയും കണ്ടെത്തുന്നത്. അതിൻ്റെ ഫണ്ട് ശേഖരണം കഴിഞ്ഞ ദിവസം നടന്നു. നല്ല വിജയമായിരുന്നു ഫണ്ട് ശേഖരണം. കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായതുകൊണ്ട് മറ്റ് പ്രചരണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ തന്നെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാലും നല്ല നിലയിലുള്ള പ്രചരണം നടന്നു വരുന്നുണ്ട്. എല്ലാ കർഷക ഭവനങ്ങളിലും എത്തി, മറ്റുള്ള വിഭാഗം ആളുകൾക്കിടയിലും എത്തി സമ്മേളനം നല്ല പങ്കാളിത്തത്തോടുകൂടി ഗംഭീരമായി നടത്താനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. നാളെ മുതൽ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതിനിടയിൽ വിട്ടുപോയൊരു കാര്യം, കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ കാളപൂട്ട്, കന്നുപൂട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ വിസ്മൃതിയിലായി പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ വിസ്മൃതിയിലായി പോകുന്ന നമ്മുടെ പഴയ സംസ്കാരത്തെ ഒന്ന് തൊട്ടുണർത്തുക എന്ന നിലയിലാണൊരു കാളപൂട്ട് പ്രദർശനം കപ്പൂരിൽ വെച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണത്തിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനുള്ളൊരു ജാഥ ഈ സമ്മേളന പ്രചരണത്തിൻ്റെ ഭാഗമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിലുള്ളത്.